വീണ്ടും നിശബ്ദ പ്രചാരണ ദിവസം സന്ദീപ് വാര്യരുടെ പഴയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി പ്രസിദ്ധീകരിച്ച സുപ്രഭാതം സിറാജ് പത്രങ്ങൾ വിതരണം ചെയ്ത LDF പ്രവർത്തകർ. പാലക്കാട് പിരായിരി പഞ്ചായത്തിലാണ് LDF പ്രവർത്തകർ പത്രം വിതരണം ചെയ്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് മണ്ഡലത്തിലെ 117 നമ്പർ ബൂത്ത് പിരായിരി പഞ്ചായത്ത്, അവിടെയാണ് നമ്മളുള്ളത്. LDF പ്രവർത്തകർ ഇന്ന് രാവിലെ തന്നെ സിറാജ് അതുപോലെ തന്നെ സുപ്രഭാതം പത്രങ്ങൾ രാവിലെ മുതൽ എല്ലാ മേഖലയിലും വിതരണം ചെയ്യുകയാണ്. അതിലാണ് ഇന്ന് സന്ദീപ് വാര്യരുടെ പഴയ പരാമർശങ്ങൾ ഫേസ്ബുക്ക് കോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF പരസ്യം നൽകിയത്. ആ പത്രങ്ങളാണ് അവർ വിതരണം ചെയ്യുന്നത്. നമുക്കൊപ്പം ഒപ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പറും CPM നേതാവുമായ ഹബീബ്, അങ്ങനെയല്ല പേര്, ഹബീബ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇത് എല്ലാ വീടുകളിലും കയറി കൊടുക്കുകയാണോ? ഞങ്ങൾ എല്ലാ വീട്ടിലും അത് പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പിനെ മാത്രം കുറിച്ചാണ് ചർച്ച ചെയ്തത്. പക്ഷേ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങളെ ഇങ്ങനെയുള്ള പ്രചരണത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്? സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അയാളത് ഉപേക്ഷിച്ചൊന്നും ഒരിക്കലും കരുതുന്നില്ല. കാരണം ഇന്ന് വരെ അയാളത് തിരുത്തി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ ഒരു പരാമർശം എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ന്യൂനപക്ഷങ്ങളോ മറ്റോ മനസ്സിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കണ്ടു. പാണക്കാട് തങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്നത് പോലെ അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അത് മുറിവുണക്കാൻ സഹായിക്കില്ലേ? സ്വാഭാവികമായിട്ട് ഒരിക്കലും സഹായിക്കില്ല, ഒരിക്കലും സഹായിക്കില്ല. കാരണം കാശ്മീരിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പരാമർശവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് നടത്തിയ പരാമർശം, കാലാകാലങ്ങളായിട്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്ന മുറിവല്ല അയാൾ ഉണ്ടാക്കി. കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ പിന്നെ അത് സ്നേഹത്തിന്റെ കട തുറന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് A ടീമിൽ നിന്ന് B ടീമിലേക്ക് തരം താത്തിയെന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഞാൻ ഏത് സമയത്തും ആര് വിളിച്ചാലും എനിക്ക് തോന്നിയാൽ ഞാൻ BJP പോകും എന്ന്, കോൺഗ്രസ് വിട്ടുപോകും BJPയിലേക്ക് എന്ന് പറഞ്ഞ പ്രസിഡന്റാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം A ടീമിൽ നിന്ന് B ടീമിലേക്ക് മാറിയെന്നേ പറയാൻ കഴിയുള്ളൂ. കാലാകാലങ്ങളായിട്ട് ആ ഒരു UDFിന് വോട്ട് ചെയ്ത് കൊണ്ടിരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത്തവണ ഇടതുപക്ഷത്തെ സഹായിക്കുമെന്ന് 100% ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഉറപ്പാണ്. ഇതാണ് അവരുടെ വാക്കുകൾ തെളിയിക്കുന്നത്. എന്തായാലും ആ പത്രം പരസ്യം വലിയ തോതിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. UDF പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ സമാനമായ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമമെന്നാണ്. പക്ഷേ LDF പ്രവർത്തകർ പിന്നോട്ടില്ല. അവർ അത് കൃത്യമായി പ്രചരിപ്പിക്കുന്നു. സന്ദീപ് വാര്യരുടെ കശ്മീർ വിരുദ്ധ പരാമർശം, ആളുകളെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ പരാമർശം അടക്കം, മഹാത്മാഗാന്ധിയുടെ വിഷയമടക്കം ചൂണ്ടിക്കാട്ടി പ്രചരണം നടത്തുന്നു. അനന്തു ബി നായർക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.